നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളായാലും പള്ളിപ്പെരുന്നാളായാലും നമ്മളൊന്നും വിടാറില്ല. എസ്പെഷ്യലി ഞാൻ എന്തായാലും വിടാറില്ല. ഞാൻ മാക്സിമം കിട്ടാവുന്ന സ്ഥലത്തേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ദുബായിലെ കരാമയിൽ ഇങ്ങനെ ഒരു ആഘോഷം നടക്കുമ്പോൾ നമ്മളിങ്ങനെ പോകാണ്ടിരിക്കുക. അപ്പോൾ പിന്നെ കരാമ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് നോക്കി അങ്ങോട്ട് പോയി. ഇപ്പോൾ കരാമക്കോടെ നമ്മൾ ഇതേപോലെ നടക്കുമ്പോൾ തന്നെ പല പോയിന്റുകളിലും ലൈറ്റ് കൊണ്ടും മാലകൾപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ പല ഹോട്ടലുകളുടെ ഫ്രണ്ടിലും ഇതേപോലെ ചെറിയ ചെറിയ ഫുഡ് കൗണ്ടേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ നിസ്സാര പൈസയ്ക്കാണ് പല ഐറ്റംസും കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പാനിപ്പൂരിയൊക്കെ വന്നപ്പോൾ ട്രൈ ചെയ്തായിരുന്നു. പാനിപ്പൂരിയൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. അതേപോലെ അധികം പൈസയൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ പാനിപ്പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്രിസ്പിയാണ്. അതേപോലെ നല്ല ടേസ്റ്റായിട്ട് തോന്നി. പണ്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഇവിടെ വന്നപ്പോഴും ഫീൽ ചെയ്തു. 6 പാനിപ്പൂരിക്ക് 5 ദിർഹമാണ് ഇവർ ചാർജ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു ഈ ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ പൈസ കുറച്ച് കൊടുക്കണേ. ആക്ച്വലി ഞാൻ പാനിപ്പൂരി ട്രൈ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെന്ന് അറിയില്ല. ഈ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. ഞാൻ ഇതേപോലെയുള്ള ഐറ്റംസ് ഒന്നും ഹോട്ടലിൻ്റെ ഉള്ളിൽ പോയിട്ട് ട്രൈ ചെയ്യാറില്ല. ഇതേപോലെ ഔട്ട്സൈഡ് സ്റ്റാളുകളൊക്കെ കാണുമ്പോൾ മാത്രമാണ് ട്രൈ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ സിറ്റിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ പുറത്ത് വിൽക്കണുണ്ടാവുമല്ലോ, അവരിൽ നിന്ന് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്യാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ ഈ റമദാൻ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല രസമുണ്ട്. പക്ഷേ നമ്മുടെ മൊബൈലുകളൊക്കെ അടുത്ത് വരുന്ന സമയത്ത് പ്രത്യേക രീതിയിലുള്ള ഒരു ഷെയ്ഡ് വരുന്നത്. അതേപോലെ ഇവിടെ എപ്പോഴും തിരക്കായതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് എപ്പോഴും നമുക്ക് വീഡിയോ ഒന്നും കിട്ടണില്ല. പിന്നെ അവിടെ ഞങ്ങൾ വീണ്ടും നീങ്ങി ഒന്ന് നടന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ വേറൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു കലാകാരൻ ഇരുന്ന് എന്തോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആളുകൾ കൂടി നിൽക്കണം കാണുമ്പോഴാണ് എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് ഒരു നല്ലൊരു കലാകാരൻ നമ്മുടെ പേരൊക്കെ നല്ല ഭംഗിയിൽ അറബിക്കിൽ എഴുതി തരുന്നതാണ്. അതായത് പ്രത്യേക രീതിയിൽ നല്ല പടത്തിൻ്റെ ഷേപ്പിലാണ് ഇയാൾ എഴുതിയിരുന്നത്. ഒരുപാട് ആളുകൾ ഇത് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ കൊണ്ടൊക്കെ എഴുതുമ്പോൾ നല്ല ഒരു പ്രത്യേക സ്റ്റൈലൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രെയിം ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അതേപോലെ നല്ല ഭംഗിയിൽ എഴുതി തരുന്ന ആൾ പ്രത്യേകം പൈസയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല രസമുണ്ട്. ഈ ഒരു വൈബിൽ നല്ലൊരു അടിപൊളിയായിട്ട് തോന്നി. പിന്നെ അവിടെ നീങ്ങി കഴിഞ്ഞപ്പോൾ മറ്റൊരു കലാകാരൻ നമ്മുടെ രൂപം ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് കാർട്ടൂൺ പോലെയൊക്കെ നന്നായിട്ട് വൃത്തിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഇതേപോലെ നല്ല പടങ്ങളൊക്കെ വരച്ച് അടിപൊളിയായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഹാപ്പി മൂവ്മെൻ്റ് ആണ്. ഈ ഒരു വൈബിൽ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഈ ഒരു വൈബിൽ ഞാൻ നോക്കുമ്പോൾ ഇത് അടിപൊളി നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആളുടെ കോസ്റ്റ്യൂം നമുക്ക് എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സും മുടിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു തരം എന്താ പറയുക, നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഒരു ജോക്കറിൻ്റെ ഒരു ടച്ച് തോന്നുന്നുണ്ട്. നമ്മൾ മലയാളം വാക്കൊക്കെ ദുബായിൽ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. കണ്ട ഈ അരിപ്പ റെസ്റ്റോറൻ്റൊക്കെ അല്ലേ, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ മലയാളം വാക്ക് കൊണ്ടൊക്കെ എഴുതിയാണ് ആ പേരൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു രസമായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെയാണ് റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ സ്റ്റാളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ലൈവ് ഷോ ഒക്കെ നടക്കുന്ന സ്റ്റേജൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. റമദാനോടനുബന്ധിച്ച് ലേഡീസിന് കയ്യിൽ മൈലാഞ്ചി ഇടാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇട്ട് തരാനും ആളുകൾ ഇവിടെ റെഡിയാണ്. നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങിലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫുഡ് കൗണ്ടേഴ്സിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഐറ്റംസ് ഉള്ളതെന്നൊക്കെ. ഇവിടെ കാണുന്ന 95% ആളുകളും മലയാളികളാണ്. ഇത്രയും മലയാളികൾ ഈ കരാമയിൽ ഉണ്ടോ എന്നുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതേപോലെ എല്ലാ ഫുഡ് സ്റ്റാളുകളും ഏകദേശം ഒരേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത പോലെ തോന്നി. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റേറ്റ് ഒന്നും എടുക്കണില്ല. ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് എല്ലാ ഫുഡ് ഐറ്റംസൊക്കെ അവർ കൊടുക്കുന്നത്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം എന്താ പറയുക, നാട്ടിലെ ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയ ഒരു പ്രതീതിയാണ് എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അത്രയും ആളുകളായിട്ട് തിങ്ങി ഞെരുങ്ങി എന്താ പറയുക നല്ലൊരു ഫീൽ ഇവിടെ ഒന്നും തോന്നി. അതേപോലെ മലയാളികൾ മാത്രമൊന്നുമല്ല ഈ ഫുഡ് കൗണ്ടേഴ്സിൽ സജീവമായിട്ടുള്ളത്. കുറേ ഫിലിപ്പീൻകാരും അവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾ മാത്രമൊന്നുമല്ല വേറെ നാട്ടുകാരും ഇവിടെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസൊക്കെ. കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല സെറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കല്ലുമ്മക്കായൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അതൊക്കെ ട്രൈ ചെയ്യാം. ഇതിനോട് കഴിക്കാനായിട്ട് ബൺ പൊറോട്ട, നൂൽ പൊറോട്ട തുടങ്ങി എല്ലാ വക ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു വൈബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവരെല്ലാവരും കോപ്പറേറ്റ് ചെയ്യണ ആ ഒരു എന്താ പറയുക ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതിനെല്ലാവർക്കും ഇതൊരു പ്രത്യേകത തന്നെ നന്ദി പറയണം. സാധാരണ ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില സ്ഥലത്തൊക്കെ തീ കൊള്ള പോലെയാണ് അവർ വിലയൊക്കെ ഈടാക്കാറ്. പക്ഷേ ഇവിടെ എനിക്ക് അത്രയും ഫീലൊന്നും ചെയ്തില്ല. ഞാൻ 1-2 ഐറ്റംസൊക്കെ ട്രൈ ചെയ്തപ്പോഴും എന്താ പറയുക ഒരു പരിമിതമായ റേറ്റൊക്കെയാണ് അവർ എടുക്കണുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പീൻസിൻ്റെയും സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ സ്പെഷ്യലായിട്ടുള്ള ബബിൾ ടീ ഒക്കെ, അതുപോലെ ബർഗറുകളും ഇതൊക്കെ വെച്ചിട്ട് ഫിലിപ്പീൻസിൻ്റെ ചില ട്രഡീഷണൽ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ചില കൗണ്ടേഴ്സും ഇവിടെ ഉണ്ട്. പുറത്തൊക്കെ 15 ദിർഹംസിനാണ് ഈ ബബിൾ ടീ ഒക്കെ കാണാറുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 10 ദിർഹംസിനായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും പൈസയുടെ. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ പീലിച്ചേട്ടൻ വളരെ സിമ്പിളായിട്ട് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് നമുക്കുള്ള സാധനം സെറ്റാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയസഖിയുടെ ഫേവറേറ്റ് ആണ് ഈ ബബിൾ ടീ. അപ്പോൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ബബിൾ ടീ വേണം. അപ്പോൾ അവൾക്ക് വാങ്ങി കൊടുത്ത കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം ട്രൈ ചെയ്തു.
ഇതിൽ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഈ ബബിൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ കപ്പ ഉപയോഗിച്ചാണ്. വേറൊരു സ്റ്റാളിൽ പോയി കഴിഞ്ഞപ്പോൾ സിറ്റി മക്കാനിയുടെ ഒരു സ്റ്റാളാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നാടൻ മുറുക്ക്, അതേപോലെ ഉപ്പിലിട്ട ഐറ്റംസ്, അതേപോലെ നറുനീണ്ടി പോലെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ട്രൈ ചെയ്യാം. അവിടെ നിന്ന് പോണ സമയത്ത് ഒരു സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യണ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു സ്പെഷ്യൽ അവിടെ ഉണ്ടെന്ന്. അവിടെ ചെന്നപ്പോഴാണ് മലബാറുകാരുടെ സ്വന്തം ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ കൊടുക്കണ ഒരു സ്റ്റാളാണ്. ഇവിടെ ഐശ്വരതി, ജാക്ക് ഫ്രൂട്ട് ഷേക്ക്, മാംഗോ ഫലൂദ, പുട്ട് ബിരിയാണി, നെയ്ച്ചോറ് ചിക്കൻ സ്റ്റൂ, പള്ളിക്കറി, നെയ്പത്തൽ, കൽത്തപ്പം, പള്ളിക്കറി, പള്ളിക്കെട്ട് തുടങ്ങി ഒരുപാട് ഐറ്റംസ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മളും ഒരു ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നല്ല, നെയ്പത്തൽ പള്ളിക്കറി. 2 നെയ്പത്തലും നല്ലൊരു ഒന്നാമതൊരു ബീഫ് കറിയാണ് ഇതിൻ്റെ കൂടെ തരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനായിട്ട് കുഴപ്പമില്ല. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെയാണ്. അതേപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഫീൽ ചെയ്തായിരുന്നു. ഇതിന് ഒരു 10 ദിർഹമാണ് ചാർജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സ്റ്റാളിലേക്ക് പോയപ്പോൾ അവിടെ കൂടുതലും ഫലൂദകളാണ് കൊടുക്കണേ, പല ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള പല ഫലൂദകൾ. നെക്സ്റ്റ് ഒരു സ്റ്റാളിലേക്ക് പോയപ്പോഴാണ് അങ്കമാലിക്കാരൻ്റെ തട്ടുകട കണ്ടത്. അവിടെയും ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പഴംപൊരിയും ബീഫും, അതേപോലെ കപ്പപ്പുഴുക്ക്, പിടികോഴി, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെയും നല്ല അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്. ഇതുകൂടാണ്ട് ഇവിടെ ഉപ്പിലിട്ട ഐറ്റംസും അവൈലബിൾ ആണ്. അങ്ങനെ മറ്റൊരു സ്റ്റാളിലേക്ക് പോയപ്പോഴാണ് നമ്മുടെ ചെറുപ്പകാലത്തെ അടിപൊളി ഒരു നൊസ്റ്റാൾജിയായ കോലൈസ് കണ്ടത്. ഇവിടെ ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള പല കളറിലുള്ള പല ഫ്ലേവറിലുള്ള ഐസുകളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെയും ഒരുപാട് ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആയിട്ട് ഒരുപാട് കോലൈസൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു സ്റ്റാളിലേക്ക് പോയപ്പോഴാണ് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് മുംബൈ എക്സ്പ്രസിൻ്റെ ഒരു സ്റ്റാളാണെന്ന്. ഇവിടെ നോർത്ത് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ആയ വടാപാവ്, പാനിപുരി, ബേൽപുരി, സമൂസ, സേവ്പുരി, അതേപോലെ കട്ടിങ് ചായ കൂടി. ഇനി വേറൊരു സ്റ്റാളിൽ പോയപ്പോഴും അവിടെ എന്താ പറയുക, സോഡ സർബത്തുണ്ട്, തണ്ണിമത്തൻ്റെ ഫ്ലേവർ ആയിട്ടുള്ള സർബത്തുണ്ട്. പിന്നെ ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസും അതേപോലെ മാംഗോ ക്രീമൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ മുഖത്ത് നല്ല കളർ പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ടീമിനെയും കണ്ടു. എന്താ പറയുക, ഫിലിപ്പീൻസാണ് മെയിനായിട്ട് ചെയ്യണത്. പക്ഷെ നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. 10 ദിർഹമാണ് അവർ ചാർജ് ചെയ്യണത്. കുട്ടികളെ സംബന്ധിച്ച് ഫുഡ് എക്സ്പ്ലോറിന് ഉപരിയായിട്ട് ഇതേപോലുള്ള ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ അവരെ സംബന്ധിച്ച് അടിപൊളിയായിരിക്കും. ഈ കുട്ടികളെ കളർ ചെയ്യണ ഈ സ്ഥലത്തും അത്യാവശ്യം തിരക്കുണ്ട്. ഒരുപാട് കുട്ടികൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ മാലബൾബൊക്കെ ഇട്ട അമ്പറല അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല എന്താ പറയുക, ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല വൈബാണ്. പിന്നെ അവിടെ നീങ്ങിയപ്പോഴും വേറൊരു കൗണ്ടർ കണ്ടു. അതൊരു ഓപ്പൺ കൗണ്ടറാണ്. ഇവിടെയും ഒരുപാട് ആൾ ലൈനിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴും മനസ്സിലായ ഇവിടെയാണ് ബോംബെ മിഠായും അതേപോലെ ഹോട്ട് ഡോഗിൻ്റെ സാൻഡ്വിച്ചൊക്കെ കൊടുക്കുന്ന ചെറിയൊരു കൗണ്ടറാണ്. നല്ല തിരക്കുണ്ട്. അങ്ങനെ 10 മിനിറ്റ് ഞങ്ങളും ക്യൂവിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും കിട്ടി ഒരു ബോംബെ മിഠായി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പഴയ ടേസ്റ്റ് തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 3 കളറിലായിട്ടാണ് ഈ ബോംബെ മിഠായി അവർ കൊടുക്കുന്നത്. ഇതിന് 5 ദിർഹമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇതിനടുത്താണ് അവർ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഓരോ സ്റ്റേജ് ഷോസ് ഒക്കെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അറബിക് കലാകാരൻ ദർബുക്ക എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. അതേപോലെ ആൾ പഠിപ്പിച്ച് തരുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. കുറച്ച് നേരം നല്ല ലൈവ് പെർഫോമൻസ് ഒക്കെ കാണാമല്ലോ. ഇതിന് മുന്നേ എന്തോ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് പിന്നെ ഈ ഒരു പെർഫോമൻസാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇത്രയേ ഉള്ളൂ ദുബായിലെ കരാമയിലെ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ ലൈവ് ബ്ലോഗ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. എന്നാലാണ് നമുക്കതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ.